CS സുജാത, നമ്മൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞു പോയി. വീണ്ടും നമ്മൾ ഈ ബജറ്റിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. നോക്കൂ, വനിതാ സംവരണം അല്ലെങ്കിൽ നാരി ശക്തി ഇതൊക്കെ ആവർത്തിച്ച് കേട്ട ബജറ്റിൽ ഇന്നത്തെ ഇപ്പോൾ ബജറ്റ് പ്രസംഗത്തിൽ ആദ്യഘട്ടത്തിൽ നിർമ്മല സീതാരാമൻ ഈ നമ്മുടെ രാജ്യത്തെ കായിക രംഗത്തിന്റെ വളർച്ചയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ചേർത്ത് വെച്ച ഗുസ്തി താരങ്ങളുടെ സമരം വളരെ വലിയ തരത്തിൽ രാജ്യം ചർച്ച ചെയ്തതാണ്. അപ്പോൾ നാരി ശക്തിയെക്കുറിച്ച് പറയുന്ന ഒരു സർക്കാർ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയിലെ ഒരംഗമായി ബ്രിജ്ഭൂഷൺ എന്ന ആള് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ ഹത്രാസ് കേസിൽ ഇതുവരെ ഒരു അപ്പീൽ നൽകാൻ CBI തയ്യാറാകാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ചേർത്ത് വെച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണത്തെ, വനിതാ സ്നേഹത്തെ എങ്ങനെ കാണണം പൊളിറ്റിക്കലി? തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നാരി ശക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീമതി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ബജറ്റ് ആകെ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായി എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ആ ബഡ്ജറ്റിലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. സ്ത്രീകളെ പറ്റിക്കുന്നതിന് വേണ്ടി ചില പദപ്രയോഗങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ രാജ്യത്തെ സ്ത്രീകൾ ഇത് തിരിച്ചറിയണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഞാൻ പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്, വനിതാ പ്രസ്ഥാനത്തിനടക്കമുണ്ട്. കാരണം എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുറേ നല്ല നല്ല കാര്യങ്ങൾ ഇവർ പറയും. പക്ഷേ BJP ഗവൺമെൻറ്റിന് ഒരു 10 വർഷത്തെ ഭരണം നമ്മൾ എടുത്തു നോക്കിയേ, രാജ്യത്തെ സ്ത്രീകൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കാൻ വേണ്ടി ചെറുകിട മേഖലയെ സഹായിക്കും, അല്ലെങ്കിൽ മുദ്രാ ലോൺ കൊടുക്കും. എവിടെ കിട്ടി? നമ്മുടെ ചുറ്റുവട്ടത്ത് എത്ര ആളുകൾക്ക് മുദ്രാ ലോൺ കിട്ടിയിട്ടുണ്ട്? എത്ര തൊഴിലവസരങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചിട്ടുണ്ട്? ആഗോള പട്ടിണി സൂചികയിൽ നമ്മുടെ സ്ഥാനം 107ആണ്. തൊഴിൽ മേഖലയിൽ നിന്ന് ആളുകൾ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നു. നിലവിലുള്ള തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന മേഖലകളിൽ പോലും തൊഴിൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഏറ്റവും അധികം സ്ത്രീകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അസംഘടിത മേഖല, ആ മേഖലയിൽ നിന്നും സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് നിലവിലുള്ളത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ സംവരണം കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. പക്ഷേ അതിവിടെ ചർച്ചയിൽ പങ്കെടുത്ത മറ്റ് സഹോദരിമാരിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഞാൻ ഇപ്പോൾ ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടു കൂടി അന്ന് ആ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ച ബില്ല് നേരിട്ട് കണ്ടയാളാണ് ഞാൻ. പക്ഷേ 2010 രാജ്യസഭയിൽ പാസ്സായ ഒരു ബില്ല് അത് പിന്നെ ലോക്സഭയിൽ പാസ്സായില്ല. പക്ഷേ അങ്ങനെ ഒരു ബില്ല് രാജ്യത്ത് നിലവിലുണ്ട്. ചാവാതെ ഒരു ബില്ല് രാജ്യസഭയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പുതുതായിട്ട് ഇപ്പോൾ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള നിബന്ധന നമ്മൾ കണ്ടില്ലേ? ഡീലിമിറ്റേഷനും സെൻസസിന് ശേഷമേ അത് യാഥാർത്ഥ്യമാകുകയുള്ളൂ. ഇപ്പം നമുക്കറിയാമല്ലോ, നിമിഷ നേരം കൊണ്ടാണല്ലോ കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്തത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവർക്ക് നിയമം നിർമ്മിക്കാൻ അറിയാമല്ലോ, ബില്ല് പാസ്സാക്കി എടുക്കാൻ അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഈ പറയുന്ന പാർലമെൻറ്റ് 146 ആളുകളെ പാർലമെൻറ്റിൽ സസ്പെൻഡ് ചെയ്ത സമയത്ത് 20 ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയില്ലേ? ജനവിരുദ്ധമായിട്ടുള്ള എത്രയോ ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്നു. എന്തുകൊണ്ട് വനിതാ സംവരണ ബില്ല് ആ നിലയിൽ അവരതിനെ കാണുന്നില്ല? ഡീലിമിറ്റേഷൻ സെൻസസ് ഓടെ നിൽക്കട്ടെ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 33% സീറ്റ് സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ഒരു കാലത്തും നടക്കാത്ത ഒരു ബില്ലിനെക്കുറിച്ച്, ഒരു നിയമത്തെക്കുറിച്ച് അവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വരുന്ന 2024-ലോ 2029-ലോ ഇത് യാഥാർത്ഥ്യമാകുമോ? ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തെ സ്ത്രീകളെ പറ്റിക്കുന്നതിന് വേണ്ടി നാട് മുഴുവൻ നടന്ന് ഞങ്ങൾ ഇതാ നാരി ശക്തിക്ക് വേണ്ടി വനിതാ സംവരണ ബില്ല് കൊണ്ടുവരുന്നു എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ പൊള്ളത്തരം തിരിച്ചറിയണമെന്ന് നമ്മൾ പറയുന്നത്. ആ ബജറ്റ് പ്രസംഗത്തിൽ എനിക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ ഒന്ന് നോക്കിയപ്പോൾ, ഓടിച്ചു നോക്കിയപ്പോൾ അത് കണ്ടത് നോർത്ത് ഈസ്റ്റിനെ സഹായിക്കുമെന്നാണ്. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ് മണിപ്പൂർ. മണിപ്പൂരിലെ സഹോദരിമാരുടെ കണ്ണുനീരെന്ന് തോന്നിട്ടുണ്ടോ? ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പിലല്ലേ അവിടുത്തെ സ്ത്രീകൾ കഴിയുന്നത്? ഇപ്പോഴും അവർക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കാൻ കഴിയുന്നുണ്ടോ? മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ശ്രീ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ന് വരെ അവരെ സഹായിക്കാൻ ഫലപ്രദമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇതുവരെ അവിടെ വരെ ഒന്ന് പോയിട്ടുണ്ടോ? പിന്നെ കായിക മേഖലയ്ക്ക് ഞങ്ങൾ സഹായിക്കുമെന്ന് എന്ത് സഹായ കായിക മേഖലയ്ക്ക് ഇവർ കൊടുക്കുന്നത്? കരഞ്ഞുകൊണ്ട് നടക്കല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഗുസ്തി താരങ്ങൾ? അവർ രാജ്യത്തിൻ്റെ അഭിമാനഭാജനങ്ങളാണ്. അവരെ ഒളിമ്പിക്സിൽ പോയി മെഡൽ വാങ്ങിക്കുന്ന നമ്മുടെ സഹോദരിമാരെ അവരെ ലൈംഗികമായി ക്രൂരമായി ആക്രമിച്ച ആള് ഒരു കുഴപ്പവുമില്ലാതെ ശ്രീ നരേന്ദ്രമോദിയുടെ തൊട്ടടുത്ത് പാർലമെന്റിലിരിക്കുന്നു. പുള്ളിയുമായിട്ട് ഓരോ ദിവസമുള്ള പടങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. എന്നിട്ടാണ് ഈ കായിക മേഖലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുമെന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
കാർഷിക മേഖല നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടലെന്ന് പറയുന്നത് നമ്മൾ പറയുമല്ലോ, രാജ്യത്തെ കൃഷിക്കാരാണ്. ആ ബഡ്ജറ്റിനകത്ത് അന്നദാത എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രാജ്യത്തെ കൃഷിക്കാരെ സഹായിക്കാൻ എന്താ ചെയ്തിട്ടുള്ളത്? 1.27 ലക്ഷം കോടി രൂപ മാത്രമാണ് കാർഷിക മേഖലയ്ക്ക് നീക്കി വച്ചിരിക്കുന്നത്. അതുപോരാഞ്ഞ് കാർഷിക മേഖലയിൽ വലിയ കുത്തകകളെ കടത്തിവിടാനുള്ള എല്ലാ ശുപാർശകളും ഇന്നത്തെ ബഡ്ജറ്റിലുണ്ട്. നേരത്തെ എന്താ പറഞ്ഞത്? കൃഷിക്കാരുടേതാണ് ഈ ഗവൺമെൻറ്. രാജ്യത്തെ കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇവർ? കൃഷിക്കാരുടെ ആത്മഹത്യ രാജ്യത്ത് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് വില കിട്ടുന്നുണ്ടോ? ഞങ്ങൾ ഈ കൃഷിക്കാരെ സഹായിക്കാൻ കൂടുതൽ സഹായം കൊടുക്കണമെന്ന് പറയുമ്പോൾ മറ്റൊരു വശവും കൂടിയുണ്ട്. കാർഷിക മേഖലയിലാണ് രാജ്യത്തെ കൂടുതൽ പാവപ്പെട്ട സ്ത്രീകൾ ജോലിയെടുക്കുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന മേഖലയാണ് കാർഷിക മേഖല. ആ കാർഷിക മേഖലയെ പൂർണ്ണമായും അവർ തകർക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ തൊഴിലവസരങ്ങൾ കൂടുതൽ സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറയുന്നത്? കൊടുക്കാൻ കഴിയുന്ന എല്ലാ മേഖലയും പൂർണ്ണമായും ഇവർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ എന്തെങ്കിലും പ്രഖ്യാപനം ഇതിനകത്തിലുണ്ടോ? നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റമാണ്. ആ വിലക്കയറ്റം ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് പെട്രോൾ, വില കുറച്ച് ഗ്യാസ്, ഭക്ഷ്യ സബ്സിഡി കൂടുതൽ കൊടുത്തുകൊണ്ട് വിലക്കയറ്റം നിയന്ത്രിക്കും. ഇതെല്ലാം പറഞ്ഞല്ലേ? ഗ്യാസിൻ്റെ വില ഇന്നും പിന്നെ വാണിജ്യാവശ്യത്തിനുള്ള ഗ്യാസിൻ്റെ വില കൂട്ടിയില്ലേ? വില നിയന്ത്രിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഫലപ്രദമായ നിർദ്ദേശം ഇന്നത്തെ ബഡ്ജറ്റിലുണ്ടോ? പൊതുവിതരണ സമ്പ്രദായം ശക്തമാക്കുന്നതിന് എന്തെങ്കിലും ഒരു നിർദ്ദേശം ഈ ബഡ്ജറ്റിലുണ്ടോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തെ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി, രാജ്യത്തെ സ്ത്രീകളെ സഹായിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശവും ഇന്നത്തെ ബഡ്ജറ്റിൽ ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്ക് ജീവിക്കാൻ കൊള്ളാത്ത ലോകത്തെ 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സ്ത്രീകളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈ ഗവൺമെൻറ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത്? അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നില്ല, വിലക്കയറ്റം നിയന്ത്രിച്ചവരെ സഹായിക്കുന്നില്ല, തൊഴിലവസരങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്നില്ല, തീരുമാനമെടുക്കുന്ന വേദികളിൽ അർഹമായിട്ടുള്ള പരിഗണന സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല. ഇതൊന്നും ചെയ്യാതെ തന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള അസംബന്ധമാണ്. ഇങ്ങനെ രാജ്യത്തെ സ്ത്രീകളെ കബളിപ്പിക്കാമെന്ന് കരുതണ്ട. പിന്നെ ഈ ഗവൺമെൻറ് രാജ്യത്തെ ചെറുപ്പക്കാരുടെ കൂടാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2 കോടി തൊഴിലവസരം കൊടുക്കുമെന്നല്ലേ 2014 പറഞ്ഞത്? ഈ 2023 കണക്ക് എടുത്ത് നോക്കിയേ, എത്ര തൊഴിലവസരങ്ങൾ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? പുതിയ തൊഴിലവസരങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല. പോട്ടെ, നിലവിലുള്ളവർക്ക് അത് നിയമനം നടത്താൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഇന്ത്യൻ റെയിൽവേ 5 ലക്ഷത്തോളം വരുന്ന പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു 10-14 ലക്ഷം ആളുകൾക്ക് വേണമെങ്കിൽ തൊഴിൽ കൊടുക്കാം. അങ്ങനെ തൊഴിൽ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടി ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ടോ? തൊഴിലുറപ്പ് പദ്ധതി സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അവർ ആശ്രയിക്കുന്ന ഒരു പദ്ധതിയാണ്. 1ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ പാസ്സാക്കിയെടുത്ത തൊഴിലുറപ്പ് പദ്ധതിയെ വലിയ തോതിൽ ആശ്രയിക്കുന്നു. ഈ ബഡ്ജറ്റിനകത്ത് തൊഴിലുറപ്പിനെ സഹായിക്കും. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പറയുന്നുണ്ടോ? 2.52 ലക്ഷം കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിയെ സഹായിക്കുമെന്ന് പറഞ്ഞെങ്കിലും ആ ഫണ്ടിൽ കൃത്യമായ കണക്കുകളില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അത് അവതരിപ്പിച്ചാൽ തന്നെ കഴിഞ്ഞ തവണത്തെ വെട്ടിക്കുറവുമായി ബാലൻസ് ആവുന്നതേ ഉള്ളൂ. ഒരു മെച്ചമുണ്ടായി എന്ന് പറയാനും കഴിയില്ല. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ സ്ഥിതി എന്താണ്? ഒരു കാര്യം, അതായത് പറഞ്ഞോളൂ, ഞാൻ പറയാം. സുജാത പറഞ്ഞോളൂ. തൊഴിലുറപ്പ് പദ്ധതി യഥാർത്ഥത്തിൽ അത് പാസ്സായ ഘട്ടത്തിൽ ആ സഭയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. 2.52 ലക്ഷം കോടിയെങ്കിലും ഉണ്ടെങ്കിൽ 100 ദിവസത്തെ തൊഴിൽ കൊടുക്കാൻ കഴിയുള്ളൂ. അത് ഒരു കാലത്തും വെച്ചിട്ടില്ല. പക്ഷേ 1ാം UPA ഗവൺമെൻറ് കാലത്ത് കുറച്ച് പൈസ വെച്ചിരുന്നുണ്ട്. ഒരു 1,17,000 ഒക്കെ വെച്ച് BJP വന്നപ്പോഴേക്കും അത് 99,000 77,000 ഇപ്പം 60,000 കോടി രൂപ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ 60,000 കോടി കൊണ്ട് എത്ര തൊഴിൽ ദിനം കൊടുക്കാൻ കഴിയും? 10-30 ദിവസത്തെ തൊഴിൽ മാത്രമേ കൊടുക്കാൻ കഴിയൂ. നിയമപരമായി ഒരു വർഷം അവർക്ക് 100 തൊഴിൽ കിട്ടാൻ അർഹതയുണ്ട്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഏറ്റവും കൂടുതൽ തൊഴിലവസരം കൊടുക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പലപ്പോഴും അർഹതപ്പെട്ട വിഹിതം കേരളത്തിന് അവർ സമയത്ത് തരാറില്ല. വലിയ സമരവും പ്രക്ഷോഭണവും ഒക്കെ നമ്മൾ നടത്തും. വേറൊരു കാര്യം കൂടി നിങ്ങൾ കാണണം, ആധാറുമായി തൊഴിലുറപ്പിനെ ബന്ധിപ്പിച്ച് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ ദിനം കൊണ്ടും പോലും നഷ്ടപ്പെടുത്താനുള്ള നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വായിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണിതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കും. തീർച്ചയായും വളരെ വ്യക്തമാണ്.